അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ കെമിക്കൽ റിയാക്ടിവിറ്റിയെ പറ്റിയും അവയുടെ E0 വാല്യൂസിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം ട്രാൻസിഷൻ എലമെൻസ് ഒക്കെ തന്നെ മെറ്റൽസ് ആണ്, അതുകൊണ്ട് തന്നെ അവർ കെമിക്കലി വളരെ റിയാക്റ്റീവുമാണ്. എന്നാൽ ഈ ട്രാൻസിഷൻ എലമെൻസിൻ്റെ കെമിക്കൽ റിയാക്ടിവിറ്റി ഓരോന്നും കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ദേ ആർ ഹാവിങ് എ വൈഡ് വെറൈറ്റി ഇൻ ദെയർ കെമിക്കൽ റിയാക്ടിവിറ്റി. മിക്കവാറും എല്ലാ മെറ്റൽസും ഇലക്ട്രോ പോസിറ്റീവായിട്ടാണ് കാണപ്പെടുന്നത്. ഈ ഇലക്ട്രോ പോസിറ്റീവായിട്ടുള്ള മെറ്റൽസ് മിനറൽ ആസിഡ്സുമായിട്ട് വളരെ ഈസി ആയിട്ട് റിയാക്ട് ചെയ്യുകയും മിനറൽ ആസിഡ്സിൽ ഡിസോൾവ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ ചില ട്രാൻസിഷൻ എലമെൻറ്റ്സ് നോബിളായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് അവയ്ക്ക് മിനറൽ ആസിഡ്സുമായിട്ടൊന്നും അവരങ്ങനെ റിയാക്ട് ചെയ്യില്ല, വളരെ നോബിളായിട്ടാണ് അവർ എക്സിസ്റ്റ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള ട്രാൻസിഷൻ എലമെൻസിൻ്റെ കെമിക്കൽ റിയാക്ടിവിറ്റിയെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് കൺസിഡർ ചെയ്യാം. സ്കാൻഡിയം മുതൽ സിങ്ക് വരെയുള്ള ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിലെ എലമെൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ കോപ്പർ ഒഴികെയുള്ള ബാക്കി എല്ലാ ട്രാൻസിഷൻ മെറ്റൽസും തന്നെ ഹൈലി റിയാക്റ്റീവാണ്. അപ്പോൾ ഇവർ ഹൈലി റിയാക്റ്റീവ് എന്ന് പറയുമ്പോൾ 1 മോളാർ H+ അയോണുകളുള്ള മിനറൽ ആസിഡ്സുമായിട്ട് തന്നെ അവർക്ക് വളരെ ഈസി ആയിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇത്തരം മിനറൽ ആസിഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ആ മെറ്റൽസിനെ ഓക്സിഡൈസ് ചെയ്യാനും സാധിക്കും. എന്നാൽ ഇവയുടെ ആക്ച്വൽ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഇവർ മിനറൽ ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിൻ്റെ ആക്ച്വൽ റേറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റേറ്റ് വളരെ സ്ലോ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനറൽ ആസിഡ്സിലുള്ളത് H+ അയോൺസ് ആണ് അല്ലേ. അന്ന് ഈ H+ അയോൺസുമായിട്ട് ഇവയുടെ റിയാക്ടിവിറ്റി വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ കെമിക്കൽ റിയാക്ടിവിറ്റി ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആർ ഡിഫറെൻറ്റ്. ഇതിന് ഒരു ഉദാഹരണമാണ് ടൈറ്റാനിയം വനേഡിയം ഒക്കെ. ഇപ്പം ടൈറ്റാനിയം വനേഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ സാധാരണയായിട്ട് ഓക്സിഡൈസിങ് ആസിഡ്സുമായിട്ട് വളരെ സ്ലോ റേറ്റിലാണ് റിയാക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് പറയാം ദേ ആർ പാസീവ് ടുവേർഡ്സ് നോൺ ഓക്സിഡൈസിങ് ആസിഡ്സ് അറ്റ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചറിൽ നോൺ ഓക്സിഡൈസിങ് ആസിഡ്സുമായിട്ട് ഒരു നോബിൾ ബിഹേവിയർ അല്ലെങ്കിൽ പാസീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് കാണിക്കുക. അതായത് അധികം റിയാക്ടിവിറ്റി അങ്ങ് കാണിക്കുന്നില്ല എന്നർത്ഥം. ഇനി E0 വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഓരോന്നിൻ്റെയും കെമിക്കൽ റിയാക്ടിവിറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് നോക്കാം. 3D ട്രാൻസിഷൻ സീരീസ് എലമെൻസിൻ്റെ E0 വാല്യൂ നമുക്കൊന്ന് ഓർത്ത് നോക്കാം. മെറ്റൽ 2+ ആയിട്ട് മാറുന്ന ഇതിൻ്റെ E0 വാല്യൂസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ സീരീസ് the E0 വാല്യൂ ബിക്കംസ് ലെസ് നെഗറ്റീവ്. ഒരു സീരീസിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും E0 വാല്യൂസ് ലെസ് നെഗറ്റീവ് ആയിട്ട് വരുന്നു. അതായത് ദിസ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി. നമുക്കറിയാം ഒരു സീരീസിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും അയണൈസേഷൻ എൻതാൽപ്പി കൂടി വരുന്നു അല്ലേ. അപ്പോൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇവയുടെ E0 വാല്യൂ ലെസ് നെഗറ്റീവായിട്ട് വരുന്നതായിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് കാണുന്നത്. എന്നാൽ എന്താണ് ഇതിൻ്റെ അർത്ഥം? അങ്ങനെ ലെസ് നെഗറ്റീവ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ 2+ അയോൺ ആയിട്ട് മാറുന്ന റിയാക്ഷൻ അത്രയ്ക്ക് അങ്ങോട്ട് ഫീസിബിൾ അല്ല. അല്ലെങ്കിൽ ദിസ് ഇൻഡിക്കേറ്റ്സ് ദ ലെസ് ടെൻഡൻസി ടു ഫോം ഡൈവാലൻ്റ് കാറ്റയോൺ ഫ്രം മെറ്റൽ 2+ ആയിട്ട് മാറുന്നതിൻ്റെ ഒരു ടെൻഡൻസി ഈ ട്രാൻസിഷൻ സീരീസ് എലമെൻസിന് കുറവാണെന്നാണ് അർത്ഥം. ഓക്കെ. എന്നാൽ ഇതിൽ ചില എലമെൻസിൻ്റെ E0 വാല്യൂസ് മെഷർ ചെയ്യുമ്പോൾ അത് മോർ നെഗറ്റീവായിട്ട് കാണുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഇവിടെ മാംഗനീസ്, നിക്കൽ, സിങ്ക് എന്നിവയുടെയൊക്കെ E0 വാല്യൂസ് നമ്മൾ മെഷർ ചെയ്താൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നെഗറ്റീവാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഇവർ വളരെ പെട്ടെന്ന് തന്നെ മെറ്റൽ 2+ അയോൺസ് ആയിട്ട് മാറാനുള്ള ടെൻഡൻസി കാണിക്കുന്നു. അതുകൊണ്ടാണ് E0 വാല്യൂ മോർ നെഗറ്റീവ് ആവുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, മാംഗനീസ്, നിക്കൽ, സിങ്ക് ഇവയ്ക്ക് എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ 2+ അയോൺസ് ആയിട്ട് മാറാൻ, മെറ്റൽ 2+ അയോൺസ് ആയിട്ട് മാറാനുള്ള ടെൻഡൻസി? ആദ്യം നമുക്ക് മാംഗനീസിനൊന്ന് കൺസിഡർ ചെയ്യാം. മാംഗനീസിനെ കൺസിഡർ ചെയ്താൽ മാംഗനീസ് 2+ അയോൺസ് ആയിട്ട് മാറുമ്പോൾ എന്താ സംഭവിക്കുക? മാംഗനീസിൽ നിന്നും 2 ഇലക്ട്രോൺസ് നഷ്ടപ്പെടും. അതായത്
4s ഓർബിറ്റിൽ നിന്ന് 2 ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടുകൊണ്ട് മാംഗനീസ് 2+ ആയിട്ട് മാറുമ്പോൾ they will changes to d5 electronic configuration. It is extra stable because it is half filled. മാംഗനീസ് 2+ ആയിട്ട് മാറുമ്പോൾ അത് ഹാഫ് ഫിൽഡ് d5 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിട്ടാണ് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം സ്റ്റേബിൾ ആണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ E0 വാല്യൂ മോർ നെഗറ്റീവായിട്ട് മാറുന്നത്. അതുപോലെ തന്നെയാണ് സിങ്കും. സിങ്ക് 2+ അയോൺസ് ആയിട്ട് മാറുമ്പോൾ 4s ഓർബിറ്റിൽ നിന്നും 2 ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ട് അത് D10 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. D10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ഫിൽഡ് അല്ലേ? അപ്പോൾ ഫുള്ളി ഫിൽഡ് D10 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതും ഹൈലി സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് മാംഗനീസിൻ്റെയും സിങ്കിൻ്റെയും M2+M E0 വാല്യൂസ് മോർ നെഗറ്റീവായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ് നിക്കലിൻ്റെ കേസിൽ. നിക്കലിൻ്റെ E0 വാല്യൂ മോർ നെഗറ്റീവാണ്. ഇവിടുത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ഡ്യൂ ടു ഹൈ എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ. ഇത് പ്രത്യേകം നോട്ട് ചെയ്യണം. നിക്കലിൻ്റെ കേസിൽ എന്ത് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാം? എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് നിക്കല് സാധാരണയായിട്ട് മോർ നെഗറ്റീവ് E0 വാല്യൂസ് കാണിക്കുന്നത്. മെറ്റൽ 2+ അയോൺസ് മെറ്റൽ 3+ അയോൺസ് ആയിട്ട് മാറുമ്പോഴുള്ള E0 വാല്യൂസ് പരിശോധിച്ചാൽ നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആയിട്ട് ആണ് കിട്ടുക എന്ന് നോക്കാം. ഇവിടെ നമുക്ക് മാംഗനീസ് 3+ൻ്റെയും കൊബാൾട്ട് 3+ൻ്റെയും ഒക്കെ E0 വാല്യൂസിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? ദിസ് ഈസ് എ ഗുഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിങ് വെരി ഹൈ പോസിറ്റീവ് E0 വാല്യൂ. അതായത് ചില അയോൺസ് മാംഗനീസ് 3+ അയോൺസ്, കൊബാൾട്ട് 3+ അയോൺസ് എന്നിവയുടെ എല്ലാം E0 വാല്യൂസ് ഹൈലി പോസിറ്റീവാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇവ സാധാരണയായിട്ട് നല്ല ഓക്സിഡൈസിങ് ഏജൻസ് ആയിട്ടാണ് പ്രവർത്തിക്കുക എന്നാണ്. എന്നാൽ ചില മറ്റ് അയോൺസിനെ പരിശോധിച്ചാൽ ഉദാഹരണമായിട്ട് ടൈറ്റാനിയം 2+, വനേഡിയം 2+, ക്രോമിയം 2+ എന്നിവയെല്ലാം സ്ട്രോങ് റിഡ്യൂസിങ് ഏജൻസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിനറൽ ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് ഹൈഡ്രജൻ ഗ്യാസിനെ ഇവോൾവ് ചെയ്യാനുള്ള ഒരു സ്ട്രോങ് ടെൻഡൻസിയും ഇവർക്കുണ്ട്. ഇവിടെ നോക്കൂ, ക്രോമിയം 3+ അയോൺസ് ഇൻ അക്വസ് സൊല്യൂഷൻ അണ്ടർഗോ റിയാക്ഷൻ വിത്ത് എ മിനറൽ ആസിഡ്. H+ അയോൺസ് ഉള്ള മിനറൽ ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസിനെ ഇവോൾവ് ചെയ്യുകയും ക്രോമിയം 2+ അയോൺസ് ക്രോമിയം 3+ ആയിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്നും ഇവയെല്ലാം തന്നെ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻസ് ആണെന്നും നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പം ഈ ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഹൈലി റിയാക്റ്റീവ് ആണ്. എന്നാൽ അവയുടെ കണ്ടീഷൻസ് അനുസരിച്ചുകൊണ്ട് അവയ്ക്ക് ഓക്സിഡൈസിങ് നേച്ചറും റിഡ്യൂസിങ് നേച്ചറിലും കാണപ്പെടുന്നു. അവയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇതിനെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫാക്ടറാണ്. ഇത്രയും കാര്യങ്ങൾ ആണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടിയിൽ പഠിക്കാനായിട്ടുള്ളത്.